നമസ്കാരം. എല്ലാ മലയാളികളും വിഷു ആഘോഷങ്ങളുടെ നിറവിലാണുള്ളത്. ഈ ഒരു സമയത്ത് വിഷു ഓർമ്മകളേറെ പങ്കുവയ്ക്കാൻ എല്ലാവർക്കും ഉണ്ടാകും. നമ്മളോടൊപ്പം ഇത്തരത്തിൽ വിഷു ഓർമ്മകളുമായി നിരവധി പ്രശസ്തരായ ഗാനരചയിതാക്കൾ, സിനിമാ മേഖലയിലുള്ളവർ, എല്ലാം വിവിധ മേഖലകളിലുള്ളവർ എത്തുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം വിഷു ഓർമ്മകളുമായി പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് മലയാള ഗാന ചലച്ചിത്ര രംഗത്തെ ചക്രവർത്തി തന്നെയായ ഷിബു ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് സ്വാഗതം. നമസ്കാരം സാറേ, ഈ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് അങ്ങയുടേതായ ഒരു ആസ്വാദന രീതി ഉണ്ടാക്കിയ ഗാനരചയിതാവാണ് ഷിബു ചക്രവർത്തി. അങ്ങനെ സമ്മതിക്കില്ല എങ്കിൽ പോലും ഈ വളരെ കുട്ടിക്കാലം മുതലേ ഈ എങ്ങനെയായിരുന്നു ഈ ഒരു ഗാനരചന രംഗത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ എഴുതി തുടങ്ങി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് എഴുതി തുടങ്ങി എന്നുള്ള ഒരു കാര്യമേ ഇല്ല. കാരണം ആ, നമ്മുടെ ഈ വീടും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാള നാടക പ്രസ്ഥാനവും ലിറ്ററേച്ചറും പത്രവും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. വലിയച്ഛൻ ജനയുഗത്തിൻ്റെ എറണാകുളം എന്താ റിപ്പോർട്ടറായിരുന്നു. നാടക രചന സ്വന്തമായിട്ട് അവർക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. പി ജാനി എല്ലാം സഹകരിച്ചിരുന്ന അങ്ങനെ എന്താ ചെറുപ്പം തുടങ്ങി നമ്മൾ കേൾക്കുന്നത് നാടകവും നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും. അപ്പൊ അത് സജീവമായിരുന്നു. അപ്പൊ നമ്മളുടെ വീട്ടിലൊരു കുട്ടി എന്തെങ്കിലും എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, ഒരു പക്ഷെ ഒരു കല ഉണ്ടാക്കുന്ന ഒരു കൊശവന്റെ വീട്ടില് ഒരു കുട്ടി മൂത്തവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കല ഉണ്ടാക്കുകയായിരിക്കും അതെ, അതെ. ചെയ്യുന്നത്. നാച്ചുറലി നമ്മള് ചെറിയ പ്രായത്തിൽ തന്നെ അതുപോലെ പാട്ടിന്റെ ലോകത്ത് പാട്ടെന്നുള്ളതല്ല, ചെറിയ പ്രായത്തിൽ തന്നെ എന്തെങ്കിലും എഴുതി വലിയവരെ കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറയുന്ന അതാ ഇവൻ എഴുതി എന്നൊക്കെ. അപ്പൊ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ടായിരിക്കണം നമ്മളൊക്കെ ആദ്യം എഴുതിയത്. എന്തായാലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എനിക്കൊരു 8 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ള സമയത്തായിരിക്കും വലിയച്ഛന് കൊണ്ടുപോയിട്ട് കാക്കയെ പറ്റി ഒരു പാട്ട് എഴുതി കൊടുത്തിട്ട് എനിക്കൊരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു ബാൾപ്പൻ വലിയച്ഛൻ അന്ന് എനിക്ക് പ്രസന്റ് ആയിട്ട് പ്രൈസ് ആയിട്ട് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമായിരിക്കും. ഇന്ന് സമ്മാനങ്ങളുടെ ഒരു പെരുമഴയാണെങ്കിൽ അല്ലേ ആദ്യം കിട്ടിയൊരു സമ്മാനം ഓർമ്മിക്കാനുള്ള. സ്വർണ്ണ നിറത്തിലുള്ള, അന്ന് ബാൾപെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള, എല്ലാവരും ഇങ്ക് പെൻ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ബാൾപെൻ ഇങ്ങനെ ഉപയോഗത്തിൽ വരുന്നേ ഉള്ളൂ. വളരെ റയറായിട്ടുള്ള ഒരു സ്വർണ്ണ നിറത്തിലുള്ള, അതിന്റെ ആ സ്വർണ്ണ നിറത്തിന്റെ തിളക്കം ഇന്നും മനസ്സിലുണ്ട്. അപ്പോൾ ആ പറയുന്ന അതുകൊണ്ടിട്ട് എന്ന് എഴുതി തുടങ്ങി എന്നുള്ള ഒരു ഫാക്ടറേ ഇല്ല. എന്നും എഴുത്തുകൂടെ ഉണ്ടായിരുന്നു. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള എഴുത്ത്. മറ്റേത് ജോലിയേക്കാൾ എനിക്ക് എൻ്റെ പഠിത്തത്തിൻ്റെ ഒപ്പവും മറ്റുമൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്നതായിരുന്നു എഴുത്ത്. അഭിരുചിയുള്ളതുകൊണ്ട് അനായാസന ചെയ്യാവുന്ന എഴുതാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഒരു പാട്ടെഴുത്തുകാരനായിട്ട് അറിയപ്പെടണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. കോളേജ് പഠിക്കുന്ന സമയത്ത് പൈസ വേണം. അപ്പൊ അതിന് ഏറ്റവും എന്താ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് ഏറ്റെടുത്ത ഒരു കാര്യമായിരുന്നു. ഈ അച്ഛന്റെ കൈവിരലിൽ പിടിച്ചു പോകുമ്പോ അച്ഛൻ തന്നെ പാട്ട് കേട്ടിട്ട് ഞാൻ അങ്ങനെ അല്ലേ ആ ഒരു എങ്ങനെയാണ് അപ്പോഴും ഒരു ചെറിയ പാട്ട് പെട്ടി അച്ഛന്റെ കയ്യില്? പാട്ടില്ലാത്ത അച്ഛനെ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. കാരണം അത് അച്ഛന്റെ ഞങ്ങൾ മക്കളെല്ലാവരും എന്താ ഓർക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പശ്ചാത്തലത്തിൽ ഒരു പാട്ടുള്ള അച്ഛനായിരിക്കും. കാരണം അച്ഛൻ പാട്ട് കേൾക്കാത്ത എപ്പോഴും മൂളിക്കൊണ്ടിരിക്കും. പിന്നീട് ടേപ്പ് റെക്കോർഡറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലായി പാട്ട്, പോക്കറ്റ് റേഡിയോ കൊണ്ട് നടക്കുക. ഇങ്ങനെ പാട്ടില്ലാത്ത അച്ഛനില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ കേട്ടിരിക്കുന്ന പല പാട്ടുകളും റേഡിയോ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ളത് അച്ഛൻ്റെ ഒട്ടും സ്വര സൗകുമാര്യമുള്ള ശബ്ദമല്ല, പക്ഷെ അസാമാന്യ ഫീലുള്ള ശബ്ദമായിരുന്നു അച്ഛൻ. അങ്ങനെ കായലിനക്കരെ പോവാൻ എനിക്കൊരു കളിവെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് അച്ഛൻ പാടിയ പാട്ടാണ് എനിക്ക് ഇന്നും ഇഷ്ടം. കാരണം അതിൻ്റെ ഒരു ഫീല് അച്ഛൻ പാടുമ്പോൾ ചെറിയ പ്രായത്തില് അത് കേട്ട്, അമ്പലക്കായലിൽ വള്ളം മറിഞ്ഞു, മുത്തശ്ശി മരിക്കുന്നതിനെ പറ്റി അതിൽ പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അമ്പലക്കായലിൽ വള്ളം മറിഞ്ഞു പൊന്തി നടന്നു വങ്കായം എന്നൊക്കെ അച്ഛൻ പാടുമ്പോൾ നമ്മൾ അന്ന് ഏങ്ങലടിക്കുമായിരുന്നു. ഇന്നും അത് അത് അത്ര ഒരു ഫീലോടുകൂടി പാടിയിരുന്ന ഒരാളായിരുന്നു അച്ഛൻ. ആദ്യം എഴുതിയ അല്ലെങ്കിൽ മനസ്സിൽ തങ്ങുന്ന ഒരു എഴുതിയതിൽ ആദ്യകാലത്ത് മനസ്സിൽ തങ്ങുന്ന ഗാനം ഏതാണ്? എല്ലാ പാട്ടിനും അതാത് കാലത്ത് കുറെ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എങ്കിൽ തന്നെ ഞാൻ വളരെ ആദ്യം എഴുതിയത് ഒരു പ്രൊഫഷണൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
പോളിഡോർ എന്ന് പറയുന്ന പോളിഡോർ ഡിസ്ക് എന്തോ കാസറ്റും ഡിസ്കൊക്കെ ഇറക്കിയിരുന്ന പോളിഡോർ എന്ന് പറയുന്ന കമ്പനിക്ക്, അത് ഐ തിങ്ക് 84 ഒക്കെയാണ്, 84 80s ആദ്യകാലങ്ങളിൽ ചെയ്ത വെളിച്ചമേ നയിച്ചാലും എന്ന് പറയുന്ന ഒരു ആൽബം, ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം, അതിനു വേണ്ടിയിട്ട് എഴുതിയതാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് എൻ്റെ വിശ്വാസമാം പാറയിൽ നിന്റെ ദേവാലയം നീ പണിയൂ, നിത്യം മണിസ്വനം നിൻവചനം ഹൃത്തിൽ മുഴങ്ങുവാൻ നീ കനിയൂ. അത് പത്രോസെ നീ പാറയാവുന്നു, ആ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞ ആ വചനത്തിനെ എടുത്തിട്ട് എൻ്റെ വിശ്വാസമാം പാറയിൽ നിന്റെ ദേവാലയം നീ പണിയൂ, നിത്യം മണിസ്വനം നിൻവചനം ഹൃത്തിൽ മുഴങ്ങുവാൻ നീ കനിയൂ. ഇതാണ് ഞാൻ ആദ്യം എഴുതിയ ഒരു പ്രൊഫഷണൽ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഉപഹാരം എന്ന് പറയുന്ന പടം വന്നു. സിനിമ എന്ന് പറയുന്നത് ഉപഹാരമാണ് വരുന്നത്. രാജൻ പ്രകാശ് എന്ന് പറയുന്ന ജോസ് പ്രകാശിന്റെ മകനായിട്ടുള്ള അവരുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ഉപഹാരം എന്ന് പറയുന്ന സിനിമയിൽ ജോൺസന്റെ മ്യൂസിക്കിൽ ആണ് ആദ്യമായിട്ട് സിനിമയിൽ എഴുതുന്നത്. അത് പടം അത്ര ക്ലിക്കായില്ല, അതോടുകൂടി പാട്ടും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. എങ്കിലും സിനിമയിലൊക്കെയുള്ള ആദ്യത്തെ കാൽവെൽപ്പതായിരുന്നു. ഇപ്പോൾ പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുതുന്ന എല്ലാ പാട്ടുകളും ഇഷ്ടമുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ എങ്കിൽ പോലും എപ്പോഴും മനസ്സിലേക്ക് വരുന്ന വരികൾ സ്വയം മൂളിപ്പാടാൻ മറ്റു ആളുകൾക്ക് മൂളിപ്പാടാനുള്ള ഒരുപാട് പാട്ടുകൾ നൽകിയിട്ടുണ്ട്. സ്വയം ഒരു ഇത് തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും? യഥാർത്ഥത്തിൽ നമ്മളുടെ പാട്ടുകൾ നമ്മളങ്ങനെ മൂളി നടക്കാറില്ല. കാരണം അതിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയിലും നാടക ശാഖയിലും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളുടെ പാട്ടുകൾ അധികം നമ്മൾ മൂളി നടക്കാറില്ല. പക്ഷെ മറ്റുള്ളവർ മൂളി നടക്കുകയും അവരുടെ സ്വപ്നങ്ങളോടൊപ്പം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അറിയുന്ന ചില പാട്ടുകളുണ്ട്. അത് നമുക്ക് നാച്ചുറലി അവരുടെ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് അവളുടെ അമ്മയുടെ മരണം തുടങ്ങി അവൾ കൊണ്ടു നടക്കുന്ന പാട്ടാണ് മനസ്സിൻ മടിയിലെ മന്ദൽ. അപ്പോൾ അതില് നിനക്കൊരു താരാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലൈൻസ് ഒക്കെ അവള് പാടി കേട്ടപ്പോഴ്, ഒരിക്കലും എൻ്റെ പാട്ട് ഞാൻ അങ്ങനെ അധികം ആസ്വദിക്കുന്ന ഒരാളല്ല, മറ്റുള്ളവർ പാടി കേൾക്കുമ്പോൾ സന്തോഷം എന്നല്ലാതെ. പക്ഷെ അന്ന് ഈ കുട്ടി എൻ്റെ മുൻപിൽ ഇരുന്ന് പാടുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. പാട്ടിന്റെ 4 പേര്. എനിക്കൊരു താരാട്ട് ഇവളൊരു പൂന്തോട്ടു ഇരുളു വീഴും മഴിയിൽ നീ തനിയെ പോകുമ്പോൾ ഏതുമേ താങ്ങുമേ ഭൂമി ഞാനില്ലയോ എൻ കനവിൻ കൂടെ വാഴും ദേവസംഗീത വാണു ഞാൻ മനസ്സിൻ മടിയിലെ മാന്തളേ മയങ്ങൂ. അപ്പൊ ഇങ്ങനെ ഈ കുട്ടി എന്റെ മുൻപിലിരുന്ന് പാടുമ്പോഴ് ഞാൻ എഴുതുമ്പോഴേ എനിക്ക് അതേപോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ വേണം. കാരണം വെച്ചാൽ നമ്മൾ സിനിമയിൽ സാങ്കല്പികമായിട്ടുള്ള ഏതൊക്കെയോ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്നു. പക്ഷേ ഈ പാട്ട് സിനിമയിൽ നിന്ന് വിട്ട് അതിന് സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടാവുകയും അതിന് സ്വന്തമായിട്ട് നിലനിൽപ്പ് ഉണ്ടാവുകയാണ്. അത് കുറേ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെയും ദുഃഖങ്ങളുടെ ഒപ്പം മനുഷ്യരെടുത്തു വെക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആ പാട്ട് നമ്മളുടെ അടുത്തുനിന്നും വളരുന്നത്. ചിലപ്പോഴൊക്കെ അവർക്കൊരു ആശ്വാസമാകും ആ പാട്ട്. ആശ്വാസം അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം ദുഃഖങ്ങൾക്കൊപ്പവും. ഒരു ദിവസം ഞാനിവിടെ ജംഗ്ഷനിൽ വൈകുന്നേരം നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാള് പെട്ടെന്ന് എൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ ഷിബു ചക്രവർത്തി? ഞാനൊന്ന് ഞെട്ടി. കാരണം ഒരു നല്ല സൈസൊക്കെ ഉള്ളൊരു എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാണ്. ഞാൻ ഞെട്ടി. ഞാനൊരു ആശ്ചര്യത്തോടു കൂടിയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയത്തോടു കൂടിയും പിന്നിലേക്ക് 2 സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ ഇയാളെ നോക്കി. എന്താണ് ഇയാൾക്ക് വളരെ നല്ലൊരു ജോലി കിട്ടിയിട്ട് ഇയാള് സൗദിയിലേക്കോ കുവൈറ്റിലേക്കോ മറ്റോ പോയി. അപ്പൊ ഇയാള് സിസ്റ്റർ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവിടെ പോയിട്ട് അപ്പൊ ഈ സിസ്റ്റർ ഇയാള് വിളിച്ചിരുന്നത് തുമ്പി എന്നാണ്. അപ്പൊ അവിടെ ചെന്നിട്ട്
തുമ്പിപ്പെണ്ണേ വാവാ. ഈ ഈ പാട്ട് വെച്ച് ഹോം സിക്നസ് അടിച്ച് ഓ അവസാനം ജോലി ഉപേക്ഷിച്ച് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു അതാണ് വന്നത്. ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ അയാള് അത് കഴിഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് തിരിച്ചു വരാൻ കാരണം ആ ഒരൊറ്റ പാട്ടാണ്. ഞാൻ പറഞ്ഞു, അതിന് സന്തോഷം എന്നാണോ പറയേണ്ടത്, ദുഃഖം എന്നാണോ പറയേണ്ടത്? എന്തായാലും അതേ ഞാൻ പറഞ്ഞത്, ഇവരുടെ ഓർമ്മകളുടെ ഒപ്പം ആ പാട്ട്, എഴുതിയ പാട്ടിൽ നിന്ന് ഇത് വളരുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഇന്നീ പാട്ടുകളൊന്നും പൂർണ്ണമായ അർത്ഥത്തില് എന്റെ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കേൾക്കുന്ന മനുഷ്യരാണ്. ഇന്ന് ഇപ്പൊ വയലാറും ഭാസ്കരൻ മാസ്റ്ററും ഒക്കെ എഴുതി വെച്ചിട്ട് പോയ അവരെഴുതുമ്പോ ഒരുപക്ഷെ ആ ഒരു ഫീലിംഗ് ഒന്നും അവർക്ക് ഫീൽ ചെയ്യണം എന്നില്ല. അവര് ചിന്തിക്കാത്ത ഒരു അർത്ഥത്തിലേക്കൊക്കെ അത് വളരുണ്ടാവില്ലേ. നമ്മുടെ പ്രണയത്തിന്റെ കൂടെ ദാസേട്ടന്റെ ശബ്ദത്തില് വയലാർ എഴുതിയത്, ദേവരാം മാസ്റ്റർ മ്യൂസിക് ചെയ്ത് എത്രയും പാട്ടുകൾ ഉണ്ടാവും ഇല്ലേ. ജയേട്ടൻ പാടിയ മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ അവയിൽ മുഖം നോക്കും എന്തെങ്കിലും, അവയിൽ മുഖം നോക്കും എന്റെ വികാരങ്ങൾ ആവേശപരീതങ്ങൾ. അപ്പൊ ആ പാട്ടിലൊക്കെ പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ, നിന്നുണക്കുഴിപ്പൂ മൂടും കുറുനിരകൾ, കാറ്റു വന്നവയുടെ രചനാ ഭംഗികൾ മായ്ക്കുവാൻ നീ എന്തിനനുവദിച്ചു, ആ കാറ്റിനെ ഞാൻ ശപിച്ചു, അത് നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു പോയൊളിച്ചു. ഇതൊക്കെ നമ്മുടെ പ്രണയത്തിനെയൊക്കെ എത്രമാത്രം ജ്വലിപ്പിച്ചിട്ടുണ്ടാവും വരികള്. അതെ, ഇല്ലേ. സാർ അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ വിഷുവിൻ്റെ വരുമ്പോൾ കുട്ടിക്കാലത്തെ വിഷു ഓർമ്മകളെ എങ്ങനെയാണ് ആ ചെറിയ പ്രായത്തിലുള്ള അന്നുള്ള എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നു വരുന്ന നമ്മളെ സംബന്ധിച്ചോളം കണിക്കൊന്നയും ആ മഞ്ഞ നിറവും കാണുമ്പോൾ ആ വിഷു ഓർമ്മകൾ വരും. പിന്നെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പരിപൂർണനായിട്ടുള്ള ഒരു അവതാരം. ഏത് ഭാവമാണ് കൃഷ്ണഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചേർന്നിട്ടുള്ള ഭാവമല്ലേ. ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണതയാണ് ഇല്ലേ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൗമാര കുസൃതിയുടെ കൗമാരം എടുത്തു കഴിഞ്ഞാല് കൗമാരത്തിന്റെ ഹൈറ്റാണ് കുസൃതിയായിട്ടുള്ള കണ്ണൻ. പ്രണയത്തിന്റെ അങ്ങേയറ്റമാണ് ശ്രീകൃഷ്ണൻ. എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടല്ലേ. സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ സാരഥിയാണ് ശ്രീകൃഷ്ണൻ. ഏത് ഭാവം എടുത്തു കഴിഞ്ഞാലും യുദ്ധമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, വാത്സല്യമായിക്കോട്ടെ, ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ, എന്തിൻ്റെയും ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവില് എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ ഒരു പാട്ട്, അതായത് എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല, കൃഷ്ണ തുളസി കതിരായി ജന്മം എന്ന് എഴുതിയ എന്റെ പാട്ടും കുറെ പേര് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. അതൊന്ന് 4 വരി ഒന്ന് പാടിക്കഴിഞ്ഞാൽ. ഞാൻ പാടിക്കഴിഞ്ഞാൽ വളരെ ക്രൂരമായിരിക്കും പോലും. എന്തേ നീ കണ്ട എന്നുള്ള പാട്ട് എഴുതുമ്പോൾ എൻ്റെ ഒരു ത്രില്ല് ഔസേപ്പച്ചനാണ് മ്യൂസിക്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗായത്രി എന്ന് പറയുന്ന, അന്ന് ഗായത്രി പുതിയൊരു സിംഗറായിരുന്നു. ആകെ കൂടെ അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന ഇതിലൊരു ചെറിയ കീർത്തനം മാത്രം ഗായത്രി അന്ന് പാടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു തീരുമാനമാണ് ആ പാട്ടിന് ഡിഫറെന്റ് സൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവന്നത്. ഗായത്രിക്ക് പിന്നീട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു അതിന്റെ ആലാപനത്തിന്. അതില് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുഷ്പാഞ്ജലിക്കായി ഇരുത്തു പൂന്തോപ്പിലെ ചെത്തിയും ചെമ്പക പൂക്കളും കണ്ട, പുഷ്പങ്ങളെല്ലാം വിരിയും ഈ വാടിതൻ ഉദ്യാനപാലകൻ നീ എന്നറിയാതെ. ഈ പൂക്കളെല്ലാം പറിച്ചിട്ട് ഞാൻ പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഉദ്യാനത്തിന്റെ മുഴുവൻ പാലകനായിട്ടുള്ള ആ ദൈവത്തിന് കൊടുക്കാൻ ഞാൻ ഈ ദൈവത്തിന്റെ തന്നെ പൂക്കൾ പറിച്ചെടുക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടാഗോർ ഗീതാഞ്ജലി കോൺസെപ്റ്റ് ആണത്. ആ അത്തരത്തില് എഴുതാൻ ആ പാട്ടിൽ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പഴയ ഓർമ്മകളിലേക്ക് പോകാറുണ്ടോ ഈ പാട്ട് കേൾക്കുമ്പോൾ? കുട്ടിക്കാലത്തെ വിഷുക്കാലത്തെ കൂട്ടുകുടുംബമൊക്കെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ശരിക്കും കലൂര് തറവാട്ടില് ഒരു സമയത്ത് ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് 10-30 പേരോ മറ്റൊക്കെ ഉള്ള വീടായിരുന്നു. ഒരുപാട് പേരുള്ള വീടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടുകുടുംബത്തിന്റെ എല്ലാ ആ, സൗഭാഗ്യങ്ങളിലും അസൗകര്യങ്ങളിലും രണ്ട് കാര്യമുണ്ടല്ലോ. ആ, ആണ് ജനിച്ചു വളർന്നതെല്ലാം. എങ്കിലും ആ മഞ്ഞ കണിക്കൊന്ന പൂക്കളും കിട്ടുന്ന ഇത്തിരി വരുന്ന 1 രൂപയുടെ നാണയമാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു ഒരു നാണയം കയ്യിൽ കിട്ടുന്നു എന്ന് പറയുന്ന കൈനീട്ടം കിട്ടുമ്പോൾ ഒരു സന്തോഷം, അതെല്ലാം ഇന്നും ആ ഓർമ്മകൾക്ക് കണിക്കൊന്നയുടെ തന്നെ ഭംഗിയുണ്ട്. ആ പഴയ ഓർമ്മകളിൽ എഴുതിയ പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട്? അന്നത്തെ എല്ലാവരുമായിട്ടുള്ള ജീവിതം, ആ ചെറുപ്പകാലത്തിന്റെ ഓർമ്മകളിൽ പിന്നീട് എഴുതിയ വരികളായിട്ടും നമ്മൾ എഴുതുന്നത് നമ്മുടെ ഓർമ്മകളും നമ്മുടെ ഫീലിംഗ് ഒക്കെ തന്നെയാണ്. ഇപ്പോ അഭിഭാഷകന്റെ കേസ് ഡയറിയിൽ ഉള്ള കണിക്കൊന്നകൾ പൂക്കുമ്പോൾ, കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതെല്ലാം അതൊക്കെ തന്നെ നമ്മളുടെ വിഷുവിനെ പറ്റിയുള്ള നമ്മൾ കൺസീവ് ചെയ്തേക്കുന്ന വിഷുവാണ് അതിലൊക്കെ എഴുതപ്പെടുന്നത്. ഇപ്പോഴും സാർ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് ഔസേപ്പച്ചൻ സാറിന്. അതിൽ തന്നെ ഏറ്റവും അതിൽ ഏതൊക്കെ പാട്ടുകളാണ്? എന്നെ ഔസേപ്പനും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന പാട്ട് ഉടനെ ഓർമ്മകൾ ഓടി കളിക്കാനായിരിക്കും. അല്ലെങ്കിൽ അന്തിപ്പൊൻവെട്ടമുണ്ട്, ഇഷ്ടംപോലെ പാട്ടുകളില്ല. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പുണ്ട്, തിരുനെല്ലിക്കാട് പൂത്തമുണ്ട്, എന്തിന് കിനാവിലെ ജനാലകളുണ്ട്, ഇപ്പൊ ബെസ്റ്റിയിലെ പാട്ട് വരെ, ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ പാട്ട് വരെ. അപ്പൊ ഔസേപ്പുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ എന്താ പറയണത്, ഞങ്ങള് ഒരേ മനസ്സോടുകൂടി സഞ്ചരിക്കുന്ന ആൾക്കാർ. ആ ഒരു ആത്മബന്ധമാണ് ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഉള്ള സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മബന്ധം. അതിൽ നിന്നാണ് നല്ല പാട്ടുകൾ നല്ല അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഈ ട്യൂണ് നൽകിയിട്ട് പിന്നീട് പാട്ട് എഴുതുന്നതിനോടാണോ, പാട്ട് എഴുതിയതിന് ട്യൂൺ എങ്ങനെയാണ്? ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്യൂൺ ഇട്ടിട്ട് എഴുതാനാണ്. കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വിരലെണ്ണാവുന്ന പാട്ടുകളെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ വയലാറും ഭാസ്കരൻ മാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർ ബേസിക്കലി വലിയ പോയറ്റ്സ്, വലിയ കവികളായിരുന്നു. അവർക്ക് ഒരുപാട് വിഷയങ്ങൾ എഴുതാൻ പറ്റും. ഒപ്പം തന്നെ താള വ്യത്യാസത്തോടെയും നമ്മളെപ്പോലെ എന്താ പറയണ പരിമിതമായിട്ടുള്ള വിഭവങ്ങളുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ബെറ്റർ ട്യൂൺ ഇട്ട് കിട്ടുന്നതാണ്. കാരണം ഓരോ ട്യൂണും നമ്മുടെ മുൻപിൽ ഒരു പുതിയ ചലഞ്ച് കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ അതുവരെയും ചിന്തിക്കാത്ത. ഇപ്പൊ ചെമ്പരത്തി പൂവേ ചൊല്ല്, ഈ ചെമ്പരത്തി പൂവേ ചൊല്ലെന്ന് നോർമലി ഒരാളും ഒരു പ്രണയത്തിൽ എഴുതില്ല. എന്നെ സംബന്ധിച്ചുള്ള ആ ട്യൂൺ കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ നാവിൽ തോന്നി, എന്റെ തലയിൽ തോന്നിയ ആദ്യത്തെ വാക്ക് ചെമ്പരത്തി പൂവ് എന്നാണ്. അപ്പൊ അത് കഴിഞ്ഞ് പാട്ട് വളരെ ഹിറ്റായി കഴിഞ്ഞപ്പോഴേക്കും പലരും പറയും, ഞങ്ങളുടെയൊക്കെ നാട്ടില് പ്രാന്തായി കഴിഞ്ഞാൽ ആൾക്കാർ കാതിൽ വെക്കുന്ന സാധനമാണ് ഈ ചെമ്പരത്തി പൂവ്. അതിന്റെ പ്രണയത്തിൻ്റെതായിട്ട് എഴുതിയത് തന്നെ സമ്മതിക്കണമെന്ന്. പക്ഷെ അത് ആ ട്യൂൺ കിട്ടിയപ്പോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയ വാക്ക് അതായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം ഗാനങ്ങളെക്കാൾ മറ്റു ചില ഗാനങ്ങളാണ് അപ്പോഴും മൂളം എല്ലാവരും നോക്കാന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണെങ്കിൽ ഏത് ഗാനങ്ങളാണ് അങ്ങനെ മനസ്സിൽ എപ്പോഴും തങ്ങിക്കുന്നത്? വേറെ ആരുടെ എത്രയോ പാട്ട് ഞാൻ പറഞ്ഞല്ലേ, അച്ഛനെ പറ്റി ഓർക്കുമ്പോ ഓടി വരുന്ന ഈ പറയുന്ന ചക്രപ്പന്തലിൻ തേന്മഴ തുടങ്ങി ഓരോരുത്തരും നമ്മളെ ഓർമ്മകളെല്ലാം എനിക്ക് തോന്നുന്നു നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്ന ഓരോ പാട്ടിൽ ടാഗ് ചെയ്തിട്ടായിരിക്കും ഇല്ലേ. ഞങ്ങളെ പഴയ തറവാടിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത്, എഴുതിയതാരാണ് സുജാത നിന്റെ കടമിഴിക്കോണിലെ കവിത. ഇതിപ്പോ ഓടി വരാൻ കാരണം എന്ന് വെച്ചാല് വീട്ടില് റേഡിയോ വാങ്ങിച്ചിട്ട് ആദ്യം റേഡിയോ കണക്ട് ചെയ്ത് ആ റേഡിയോയിൽ വരുന്ന ആദ്യത്തെ പാട്ടതായിരുന്നു. അപ്പൊ പഴയ തറവാട്ടിനെ പറ്റി ഓർമ്മകൾ അതിലേക്ക് ഓടിപ്പോകും. നമ്മുടെ പഴയ ഓർമ്മകളെ മുഴുവൻ പശ്ചാത്തല സംഗീതമായിട്ട് ഇതേപോലെ പാട്ടുകളോടൊപ്പം ഉണ്ടാവും. ഇപ്പൊ ഭാസ്കർ മാഷൊക്കെ എന്ന് പറഞ്ഞാല് തിരുവേഗ പുരയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീക്കിനാവു കണ്ടു, തിരുവേഗപ്പുറയുള്ള ഭഗവാൻ എന്നൊരു നാൾ ഗൗരി എന്നൊരുത്തിയ കിനാവ് കണ്ടു.
തിരുവേഗപ്പുറയുള്ള ശിവനാണ്. അപ്പൊ ഗൗരി എന്ന ഒരുത്തിയക്കിനാവ് കണ്ടു. ഭാസ്കർ മാസ്റ്റർ മാത്രമേ അത്തരത്തിൽ എഴുതാൻ പറ്റുള്ളൂ. കാരണം നമ്മളിങ്ങനെ അപ്പുറത്തെ വീട്ടിലുള്ള ആ ഒരുത്തിയില്ലേ എന്ന് പറയുന്ന അത്രയും ലാഘവത്തോടുകൂടെ. അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാല് കവിത എഴുതുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്, ഒരു ചിത്രം വരച്ചിട്ട പോലെ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. ചിത്രം, അതായത് അക്ഷരം കൊണ്ടിട്ട് ഒരു ചിത്രം വരച്ചിടുകയാണ് കവിത എന്നൊക്കെ പറയും. പക്ഷെ വരക്കാൻ പറ്റാത്ത ചിത്രങ്ങളും ഉണ്ട്. റിയലിസം അല്ല, അതിന്റെ സറിയലിസത്തിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള ചില ചിത്രങ്ങളുണ്ട്. ഇപ്പൊ ഇതില്ലേ, നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി ഒന്ന് വരക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരക്കാൻ പറ്റുമോ? നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. എന്തൊരു പിക്ചറാണ്. വരച്ചിടാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലും അല്ലേ, വിഷ്വല് തന്നെയാണ്. പക്ഷെ നമുക്ക് വരക്കാൻ പറ്റാത്ത വിഷ്വല്. ചങ്ങമ്പുഴ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്നൊക്കെ ചങ്ങമ്പുഴ എഴുതിയതിന് സമാനമായിട്ടുള്ള, അതാണ് നമ്മളുടെ പഴയ പാട്ടുകളുടെ ഒരു സൗന്ദര്യം. അതാണ് അത് ഏറ്റവും സിമ്പിൾ ആവുമ്പോ പോലും അതിന് അത് വന്ന് തൊടുന്ന മണ്ണിന്റെ മണത്തോടൊപ്പം തന്നെ അതിന്റെ സൗണ്ടിങ് ആണെങ്കിലും അല്ലേ, വാക്കുകൾ. ഈ പാട്ടിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാല് ആദ്യം അത് അട്രാക്ട് ചെയ്യുന്നതിന്റെ കേൾവി സുഖമാണ്, ശബ്ദ സൗകുമാര്യമാണ് നമ്മള്. പിന്നെ അത് നിലനിർത്തുന്നത് അതിന്റെ അർത്ഥഗാംഭീര്യമാണ്. ഇപ്പൊ വയലാറിന്റെ തന്നെ പാട്ടുകളൊക്കെ എടുക്കുമ്പോഴൊക്കെ ഏവന സുന്ദരി സ്വീകരിക്കുകീ പവിഴ മല്ലിക പൂക്കൾ, ആ യവന സുന്ദരി സ്വീകരിക്കുക, ഇങ്ങനെയുള്ള വാക്കിനൊക്കെ എന്തൊരു ഭംഗിയാണ്. എന്തിന്? മഞ്ജുഭാഷിണി. നമുക്ക് മഞ്ജുഭാഷിണി എന്നുള്ള ആ പേരൊരു പക്ഷേ, അല്ലെങ്കിൽ ആ വാക്ക് ഒരു പക്ഷെ നോർമൽ ലൈഫിൽ നമുക്ക് അത്ര തോന്നില്ല. പക്ഷെ അത് ട്യൂൺ ചെയ്യപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കുന്നതാണ്. വസുമതി എന്ത് ഭംഗിയാണ്. മലയാളത്തിന് ഇത്ര ഭാഷയുടെ ആ സൗന്ദര്യം അങ്ങനെ കണ്ടെടുത്ത ആൾക്കാരാണ് ഈ ദേവരാജൻ മാസ്റ്ററും അർജുന മാസ്റ്റർ ആണെങ്കിലും ചിദംബരനാഥാണെങ്കിലും എത്ര പേര്, ബാബുക്ക ആണെങ്കിലും അല്ലേ. പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് ഒരുപാട് വരുന്നുണ്ട്, ഗാനരചന രംഗത്ത്. അന്നും ഇന്നും ഒരുപോലെ നിന്ന ആളെന്ന നിലയ്ക്ക് ഇന്ന് വരുന്ന ആളുകളുടെ ഗാനരചന രംഗത്തെ എങ്ങനെ കാണുന്നവരുടെ അത് ഗാനങ്ങളുടെ പർപ്പസ് മാറി എന്നുള്ളതാണ്. ഇന്നും നല്ല പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇത് കാലങ്ങളായിട്ട് വന്നൊരു കേൾവിയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മള് പാട്ട്, ഇപ്പൊ ഞാൻ പറയുന്ന അച്ഛൻ പാടിയ പാട്ട് ഞാൻ കേട്ടിരുന്നു, ഇന്ന പാട്ട് ഞാൻ കേട്ടു. എന്നെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിരുന്ന മറ്റൊരു പാട്ടാണ് ആകാശഗംഗയിൽ ഞാനൊരിക്കൽ നീരാടി നിൽക്കുന്ന നേരം കേട്ടൊരു കിന്നര ഗാനം നോക്കി ഞാൻ കണ്ടു ഭവാനി, ഒരു ഓമന താമരത്തോണി തുഴഞ്ഞു പോകുന്നതായി. ഇത് പി ജാനകി എഴുതിയ പാട്ടാണ്. ഈ പാട്ട് രാത്രി ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ആകാശം നോക്കി പാടിയിരുന്നതാണ്. പാട്ട് കേട്ട് അതിന്റെ അർത്ഥത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തുന്ന വിഷ്വലാണത്. അതൊരു വിഷ്വലുണ്ട് അല്ലേ. പാട്ട് കേട്ട് കണ്ടിരുന്നതാണ്. ഇപ്പോഴാണെങ്കിലോ പിന്നീട് എന്ത് സംഭവിച്ചു? പാട്ട് കേൾക്കുന്നതിന് മുൻപ് നീ ആ പാട്ട് കണ്ടിരുന്നോ എന്നായി. പാട്ട് കാണാൻ തുടങ്ങി. പാട്ട് കാണാൻ തുടങ്ങിയപ്പോ എന്താണ്, ഈ എഴുത്ത് എന്ന് പറയുന്ന ഈ സാധനം മിസ് ചെയ്തു തുടങ്ങി. ഇപ്പൊ എന്താ, കേൾവി മിസ് ചെയ്തു, കാഴ്ചയും മിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പശ്ചാത്തല സംഗീതത്തില് ഒരു ഇൻസ്ട്രുമെന്റ് പോലെ ഒരുപാട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളിൽ ഒരു ഇൻസ്ട്രുമെന്റ് ബിറ്റ് പോലെ കവിത അല്ലെങ്കിൽ പാട്ട് ആയി മാറിക്കഴിഞ്ഞു. അതിലെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണ്. അത്ര മാത്രമേ പാട്ടിന്റെ പ്രാധാന്യം കുറഞ്ഞു. അത് സിനിമയുടെ തകരാറായിട്ടല്ല ഞാൻ പറയുന്നത്. മാറുന്ന ഒരു കാലത്താണോ? അല്ല, സിനിമ വളർന്നു. അത്ര നമ്മളെ കൊതിപ്പിച്ചിട്ടുള്ള പാട്ടുകൾ വന്ന കാലത്ത് സിനിമ അതിന്റെ ശൈശവത്തിലോ ശൈശവത്തിലോ മറ്റോ ആയിരുന്നു. അന്ന് പ്രണയിക്കണമെങ്കിൽ പാട്ട് വേണമായിരുന്നു, കുട്ടിയെ ഓർക്കണമെങ്കിൽ പാട്ട് വേണമായിരുന്നു. ഇന്ന് പാട്ടുകൾക്ക് സിനിമകൾക്ക് ആവശ്യമില്ല.
സിനിമ വളർന്നു. ഇതൊന്നും ഇല്ലാതെ ഒരു വികാരം തീക്ഷ്ണമാക്കാൻ, അന്ന് വികാരങ്ങളെ തീക്ഷ്ണമാക്കാൻ വേണ്ടിയാണ് നമ്മൾ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പശ്ചാത്തല സംഗീതം പോലെ, അതും അല്ലെങ്കിൽ പടത്തിന്റെ പ്രമോഷന് മാത്രമായിട്ട് മാറി പാട്ട്. പ്രമോഷന് വേണ്ടി മാത്രം. ശരിയാണ്. അപ്പൊ അവിടെയുള്ള അപ്പൊ നിങ്ങൾ ഒരു അത്യാവശ്യ ഘടകം അല്ലാതാവുമ്പോൾ അതിന്റെ പ്രാധാന്യം കുറയും, നാച്ചുറലി അതിന്റെ ക്വാളിറ്റി കുറയും. ക്വാളിറ്റി അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ സംവിധാനം എ വിൻസെന്റ്, അത് കഴിഞ്ഞാൽ എന്താ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ, അടുത്തത് ബാബുരാജ് ഭാസ്കരൻ മാസ്റ്റർ, ഇങ്ങനെ ഈ തരത്തില്, അല്ലെങ്കിൽ വയലാർ ദേവരാജൻ, പോസ്റ്ററിലെ ആദ്യത്തെ പേരുകളായിട്ട് തന്നെ അവർ നിൽക്കുകയാണ്. കാരണം അവിടെ ആ പടത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു അതിലെ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇന്ന് ഒരു സിനിമയുടെ വിജയത്തിന്റെ പ്രധാന ഘടകം അല്ലാതായി പാട്ട്. അപ്പോൾ നാച്ചുറലി അത്യാവശ്യമല്ലാത്ത സാധനങ്ങളുടെ വില കുറയും. പക്ഷെ അതിനർത്ഥം പാട്ടുകൾക്ക് വിലയില്ലാതായി എന്നല്ല, പാട്ടുകൾക്ക് മറ്റൊരു ഇടം കണ്ടെത്തണം എന്നുള്ളതാണ്. കാരണം ഇതല്ല പാട്ടിന്റെ സ്ഥലം. ലോകത്തിലെ ഒരു സ്ഥലത്തും സിനിമയുടെ അകത്ത് മ്യൂസിക്കൽസ് ഉണ്ട്, സംഗീതം ഉണ്ടാവും, പാട്ട്, സോങ് എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ സിനിമ വളർന്നു ഇപ്പോൾ പാട്ടുകൾ അവിടെ ആവശ്യമില്ലാതായി. അതിനർത്ഥം മനുഷ്യന് പാട്ട് വേണ്ടെന്നുള്ളതല്ല, മനുഷ്യന് വേണ്ട പാട്ടിന് മറ്റൊരിടം കണ്ടെത്തണം. നല്ല സമയമായി. അതാണ് പാട്ടിനെക്കുറിച്ച്, താൻ എഴുതിയ വരികളെക്കുറിച്ച്, ഒപ്പം തന്നെ ആ വിഷു ഓർമ്മകളുടെ ആ മനോഹരമായ കാലം, അതിലുമപ്പുറം എഴുതിയ ഗാനങ്ങളേക്കാൾ, താൻ എഴുതിയ ഗാനങ്ങളേക്കാൾ ഒരുപാട് മറ്റു ഗാനങ്ങളെ സ്നേഹിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഷിബു ചക്രവർത്തി, അദ്ദേഹം ഇനിയും ഒരുപാട് ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇനിയും ഏറെ ഗാനങ്ങളിലൂടെ നിറയാനുള്ള ആളാണ്. എന്നും ഓർമ്മിക്കുന്ന ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള, ഇപ്പോഴും എന്നും ആ ഗാനങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഷിബു ചക്രവർത്തി സാറിന് ഒരിക്കൽ കൂടി ജനൻ ടിവിയുടെ നന്ദി. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും, എല്ലാ മനുഷ്യരും എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കുന്ന ഒരു കാലം ഉണ്ടാവട്ടെ. അതെ, താങ്ക് യു. വിഷു ആശംസകൾ. താങ്ക് യു.